ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവാക്യുവേഷൻ എന്ന പ്രോസസ്സിനെ പറ്റിയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇവാക്യുവേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൽ ഗ്യാസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ്. ഇപ്പോൾ ഇവാക്യുവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഉപകരണങ്ങൾ ഇവയൊക്കെയാണ്. അതായത് ഒരു 2 സ്റ്റേജ് റോട്ടറി വാക്വം പമ്പ്, കൂടാതെ ഒരു ഗേജ് മാനിഫോൾഡ്. ആ ഗേജ് മാനിഫോൾഡിൽ ഒരു കോമ്പൗണ്ട് പ്രഷർ ഗേജ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കൂടാതെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടുന്ന സർവീസ് ഹോസുകൾ. ഇപ്പം നമ്മൾ ഓട്ടോമൊബൈൽ AC സിസ്റ്റം ആയതുകൊണ്ട് ആ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു R134A സർവീസ് കപ്ലിങ് ഉണ്ടായിരിക്കും. അത് സാധാരണയായിട്ട് ലോ സൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും ഉപകരണങ്ങളാണ് നമ്മളൊരു ഗ്യാസ് ചാർജിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന എയർ, മോയ്സ്ചർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, കൂടാതെ നോൺ കണ്ടൻസിബിൾ ഗ്യാസസ്, അതായത് കണ്ടൻസ് ചെയ്യാത്ത ഗ്യാസസ് എന്നിവയെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവാക്യുവേഷൻ ചെയ്യാതെ ഗ്യാസ് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് എഫിഷ്യൻസി കുറയുന്നു. ഇതിൻ്റെ കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഡ്രയർ എന്ന കമ്പോണൻറ്റ്, അതിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആവുന്നു. അതുകൂടാതെ അതിലുപയോഗിക്കുന്ന തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്സ്പാൻഷൻ ഡിവൈസ്, ഇവയിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും മോയ്സ്ചറും വന്ന് ബ്ലോക്ക് ആകുന്നു. അപ്പോൾ അങ്ങനെയാണ് കൂളിംഗ് എഫിഷ്യൻസി കുറയുന്നത്. അപ്പോൾ ഗ്യാസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും ഇവാക്യുവേഷൻ ചെയ്തിരിക്കണം. അടുത്തതായി നിങ്ങളുടെ റെക്കോർഡ് ഷീറ്റിൽ ഇവാക്യുവേഷൻ ഇൻ ഓട്ടോമൊബൈൽ AC എന്ന് ഹെഡിങ് എഴുതുക. അതിനുശേഷം POE ആൻഡ് PAG ഓയിൽസ് ആർ ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് POE കൂടാതെ PAG ഓയിലുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ഓയിലുകൾ അത് സിന്തറ്റിക് ഓയിലാണ്, അത് ഫാക്ടറിയിൽ കൃത്രിമമായിട്ടുണ്ടാകുന്നതാണ്. കൂടാതെ അത് കൂടുതലായിട്ട് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോമൊബൈൽ AC സിസ്റ്റത്തിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇത്തരം ഓയിലുകൾ ആയതിനാൽ നമ്മൾ നിർബന്ധമായിട്ടും ഇവാക്യുവേഷൻ പ്രോസസ്സ് ചെയ്തിരിക്കേണ്ടതാണ്. സോ റിമൂവ് ദ മോയ്സ്ചർ ബൈ ഡീപ്പ് ഇവാക്യുവേഷൻ ഒൺലി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇത്തരം ഓയിലുകളെല്ലാം ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് ഡീപ്പ് ഇവാക്യുവേഷൻ നടത്തിയാൽ മാത്രമേ ആ മോയ്സ്ചറിനെ നമുക്ക് പുറത്ത് കളയാൻ സാധിക്കൂ. A system that has been opened for repairs must be fully evacuated with a 2-stage rotary vacuum pump. നമ്മൾ ഒരു എയർ കണ്ടീഷൻ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റം റിപ്പയർ ചെയ്യാൻ വേണ്ടി അത് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഓയിൽ, അതായത് PAG അല്ലെങ്കിൽ POE ഓയിലുകൾ ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് അത് മോയ്സ്ചറിനെ വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സിസ്റ്റം തിരിച്ച് അസംബിൾ ചെയ്ത് അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓയിലിൽ മോയ്സ്ചറിൻ്റെ എമൗണ്ട് ഉള്ളതുകൊണ്ട് അതിൽ ചിലപ്പം ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-സ്റ്റേജ് റോട്ടറി വാക്വം പമ്പ് കൊണ്ട് ആണ് നിർബന്ധമായിട്ടും ഇവാക്യുവേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇപ്പം വാക്വം പമ്പുകൾ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സിംഗിൾ സ്റ്റേജും കൂടാതെ ഡബിൾ സ്റ്റേജും. അതിൽ ഡബിൾ സ്റ്റേജ് റോട്ടറി വാക്വം പമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ സ്റ്റേജ് റോട്ടറി വാക്വം പമ്പിന് മാത്രമേ 30 ഇഞ്ച് പെർഫെക്റ്റ് വാക്വം അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. A perfect vacuum would be 29.92 inches of Hg. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പെർഫെക്റ്റ് വാക്വം എന്ന് പറയുന്നത് 30 ഇഞ്ചസ് ആണെങ്കിലും അത് ശരിക്കും ടെക്നിക്കലായിട്ട് 29.92 ഇഞ്ചസ് ഓഫ് മെർക്കുറിയാണ് സാധാരണയായിട്ട് ലഭിക്കുന്നത്. കൂടാതെ ഇത് സീ ലെവലിൽ, അതായത് സമുദ്രനിരപ്പിൽ ഉള്ള പ്രഷറിൻ്റെ അളവാണ്. ഇപ്പം നമ്മൾ പ്രഷർ കുറഞ്ഞ ഏരിയാസ്, അതായത് ഹൈറ്റ് കൂടുതലുള്ള സ്ഥലത്തിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഈ പ്രഷർ അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അടുത്തതായിട്ട് ഈ ഇവാക്യുവേഷൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഒരു ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവാക്യുവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിലുള്ള പോലെ തന്നെ നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റ്സും കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ വെഹിക്കിൾ എന്ന് വരച്ചിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആ ഫിഗർ നോക്കുക. അപ്പോൾ അതിൽ R134A സർവീസ് കപ്ലിങ് എന്നൊരു ഉപകരണം ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ സാധാരണയായി ഒരു വെഹിക്കിളിൽ 2 പോർട്ട് ഉണ്ടാകും. അതിൽ ഒന്ന് സക്ഷൻ സൈഡിലും മറ്റേത് ഡിസ്ചാർജ് സൈഡിലും ആയിരിക്കും. ഇപ്പോൾ ഡിസ്ചാർജ് സൈഡിലുള്ള പോർട്ടിൽ കൂടെ നമുക്ക് ഒരിക്കലും സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സക്ഷൻ സർവീസ് പോർട്ടാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വെഹിക്കിൾ നമ്മുടെ വാഹനം ബോണറ്റ് തുറന്നതിന് ശേഷം അതിൽ നോക്കുക. അതിൽ S എന്നും D എന്നും 2 പോർട്ടുണ്ടാവും. അതിൽ S എന്നെഴുതിയ പോർട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം അതിൽ R134A സർവീസ് കപ്ലിങ് കണക്ട് ചെയ്യുക. അതിനുശേഷം R134A സർവീസ് കപ്ലിങ് ഒരു ബ്ലൂ ഹോസുമായി കണക്ട് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ബ്ലൂ ഹോസിൻ്റെ മറ്റേ അഗ്രം ഒരു ഗേജ് മാനിഫോൾഡിൻ്റെ കോമ്പൗണ്ട് പ്രഷർ ഗേജിൻ്റെ സൈഡിലുള്ള ആ കണക്ടറിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം മിഡിൽ ഉള്ള പോർഷൻ, ഗേജ് മാനിഫോൾഡിൻ്റെ മിഡിലുള്ള പോർഷൻ ഒരു യെല്ലോ ഹോസ് മുഖേന ഒരു വാക്വം പമ്പിനോട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ ഇവാക്വേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗേജ് മാനിഫോൾഡിൽ 2 വാൽവുകളുണ്ടാവും. ഒരെണ്ണം വലതുവശത്തും മറ്റേത് ഇടതുവശത്തും. അപ്പോൾ നമ്മൾ ഇവാക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഇടതുവശത്തുള്ള വാൽവ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിരിക്കണം, വലതുവശത്തുള്ള വാൽവ് ഫുള്ളായിട്ട് ക്ലോസ് ആയിരിക്കണം. അപ്പോൾ ഇവാക്വേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ ഉപകരണങ്ങളും ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വാക്വം പമ്പ് ഓൺ ആക്കുക. അപ്പോൾ വാക്വം പമ്പ് ഓൺ ആക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ അകത്തെ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എയർ, നോൺ കണ്ടൻസിബിൾ ഗ്യാസസ്, മോയ്സ്ചർ ഇവയെല്ലാം ഈ വാക്വം പമ്പ് പുറന്തള്ളുന്നതാണ്. അപ്പോൾ വാക്വം പമ്പ് വർക്ക് ചെയ്യുമ്പോഴത്തേനും സൈഡിൽ കൂടെ ചെറിയ പുക പോലെ ഉയർന്നു കാണാം. അപ്പോൾ ഇത് ശരിക്കും പുകയല്ല, അത് അകത്തുള്ള റെഫ്രിജറേഷൻ ഓയിൽ വേപ്പറാകുന്നതാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂറാണ് പെർഫെക്റ്റായിട്ട് നമ്മൾ ഇവാക്വേഷൻ ചെയ്യുന്നതിൽ കണക്ട് ചെയ്യാൻ സമയമെടുക്കുന്നത്. പക്ഷേ അത്രയും സമയം പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് 30 ഇഞ്ച് വാക്വം കാണുമ്പോഴത്തേനും അത് നമ്മൾ ഗേജിൽ നോക്കുക. അപ്പോൾ ഗേജിൽ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അതിൽ 30 ഇഞ്ച് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഈ R134A സർവീസ് കപ്ലിങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ വാക്വം പമ്പ് ഓഫ് ചെയ്യേണ്ടതാണ്.